ഹലോ ഡിയേഴ്സ്. അപ്പോൾ വീണ്ടും മിസ് ഡേ വന്നിട്ടുണ്ട്. നിങ്ങൾ സെവൻത്ത് സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ശ്രീലക്ഷ്മി ലേണിംഗ് ക്ലാസ് 7th ആണ് കേട്ടോ ഇത്. അപ്പോൾ മിസ് പേര് മാറ്റുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും റെഡിയാണോ മക്കളെ? നമ്മുടെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു റിവിഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പാർട്ട് 1 ആണ് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ടുവേർഡ്സ് എ 100-fold yield. അതേപോലെ തന്നെ മിസ് ഇനി മുതൽ ഷൗട്ട് ഔട്ട് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പേരിട്ട് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ പേര് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ 7ാം ക്ലാസ് മക്കൾ എന്ത് ചെയ്യുക, വേഗം തന്നെ പേരിടുക കേട്ടോ. ഓക്കെ, എൻ്റെ മക്കളെല്ലാം റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ടുവേർഡ്സ് എ 100-fold yield എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് പോവാം. ഇവിടെ നമുക്കൊരു കുട്ടീനെ കാണാൻ കഴിയുന്നില്ലേ? ഒരു കുട്ടീനെ കാണാൻ കഴിയുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കുട്ടിക്ക് ഒരു പേരിടാം. അമ്മു എന്ന് നമുക്ക് പേരിടാം. അമ്മുക്കുട്ടിയാണ് ഇത്. ഓക്കെ, നമ്മുടെ അമ്മുമോളാണിത്. അമ്മുക്കുട്ടിയാണ് കേട്ടോ, അമ്മുക്കുട്ടിയാണ്. അപ്പോൾ നമ്മൾ അമ്മുക്കുട്ടി ഇങ്ങനെ ഒരു ചെടി നടുന്നുണ്ടല്ലേ? നമുക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? ഒരു ചെടി ഇങ്ങനെ നടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? അപ്പോൾ എന്തോ പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. വെൻ വിൽ മൈ മാംഗോ ട്രീ ബെയർ മാംഗോസ് ലൈക്ക് ദ ബിഗ് ട്രീ? ഇവിടെ ബാക്കിലൊരു ബിഗ് ട്രീയും കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? എപ്പോഴായിരിക്കും എൻ്റെ മാംഗോ ട്രീ ഇതേപോലെ വലിയ ട്രീ പോലെ ഇത്രയും മാംഗോസ് തരുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിഗ് ട്രീ പറയാണ്, ഹാവ് പേഷ്യൻസ്, സമാധാനപ്പെടൂ. എന്താ? യുവർ മാംഗോ ട്രീ വിൽ ഓൾസോ ഗിവ് യു ലോട്ട് ഓഫ് മാംഗോസ് വിത്തിൻ മാംഗോസ്. അപ്പോൾ എന്താ പറയുന്നത്? സമാധാനപ്പെടൂ, നിൻ്റെ മാംഗോ ട്രീ എന്ത് തരും? ഇതേപോലെ ഒരുപാട് മാംഗോസ് തരും, ഒരു 8-10 വർഷം കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യു മേ ഹാവ് സീ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാംഗോ ട്രീസ് ഇൻ യുവർ home and surroundings. Ask the elders in your home how long it will take for the mango saplings to grow and produce mangoes. അപ്പോൾ എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാംഗോ ട്രീ നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? വീട്ടിലും സറൗണ്ടിങ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ വീട്ടിൽ മാംഗോ ട്രീ ഉണ്ടോടാ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങളുടെ എൽഡേഴ്സിനോട് ചോദിക്കുക, നിങ്ങളുടെ മാംഗോ ട്രീ എത്ര ടൈം എടുത്തിട്ടുണ്ട് വളരാണ്ട്? നിങ്ങൾ എന്തായാലും ചോദിച്ചിട്ട് മിസ്സിനോട് നാളെ പറഞ്ഞു തരണേ. ഇതിൻ്റെ പാർട്ട് 2 എടുക്കുമ്പോൾ പറഞ്ഞു തരണം. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് വൈ പ്ലാന്റിങ് ആൻഡ് നട്ടറിങ് മാംഗോ സാപ്ലിങ്സ്? അപ്പം ഒരു മാംഗോ സാപ്ലിങ്സ് എന്താണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴും നട്ടറിങ് ചെയ്യുമ്പോഴും എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ 2-3 കുട്ടികളുണ്ട്, നമുക്ക് പേരിടാം. നമുക്ക് പേര് വേണ്ട, അങ്ങനെ ഇടാം. MNL. ഓക്കെ, ഇങ്ങനെ പേരിടാം. അപ്പോൾ നമ്മുടെ പറയാണ്, എന്ന് പറയുന്ന കുട്ടി പറയാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ ചിന്തകൾ എന്താണ്? ഷുഡ് ഗെറ്റ് എ ലോട്ട് ഓഫ് മാംഗോ, ഒരുപാട് മാംഗോസ് കിട്ടണം. ഓക്കെ, പിന്നെ പറയാണ് മസ്റ്റ് സ്റ്റാർട്ട് yielding അറ്റ് ദ ഏർലിയസ്റ്റ്, ഇങ്ങനെ വളരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തുടങ്ങണം. ഇനി അടുത്ത നമ്മളുടെ ഈ കുട്ടൻ പറയാണ്, മാംഗോ ഷുഡ് ബി സ്വീറ്റ്, മാങ്ങ നല്ല മധുരം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എൻ്റെ മക്കൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. Aren't our goals same by cultivating fruits, vegetables, cereals too? അപ്പോൾ നമ്മളും ഇതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സീരിയൽസൊക്കെ കളക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റേഷനും ഇതേപോലെ തന്നെയല്ലേ? എന്തൊക്കെയായിരുന്നു? ഷുഡ് ഈൽഡ് ക്വിക്ക്ലി, വേഗം തന്നെ ഈൽഡ് ചെയ്യണം. മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി, കുറേ പ്ലെൻറ്റി എന്ത് ചെയ്യണം? ഈൽഡ് ചെയ്യണം. പിന്നെയോ മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി, ഒരുപാട് എന്ത് ചെയ്യണം? ഈൽഡ് ചെയ്യണം. പിന്നെ
yield should have good quality. Yieldന് നല്ല ഗുഡായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, റെഡി? ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് തിങ്സ് ആർ ടു ബി ടേക്കൻ കെയർ ടു അച്ചീവ് ദിസ്? ഇങ്ങനെയൊക്കെ നല്ല ഈൽഡ്, വേഗം ഈൽഡ് ചെയ്യണം, കുറേ ഈൽഡ് ചെയ്യണം, പിന്നെ ഈൽഡിന് നല്ല ഗുഡ് ക്വാളിറ്റി ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലേ? യെസ്, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്? ഗുഡ് സീഡ്സ്, അല്ല നല്ല സീഡ്സ് വേണം. സീഡ്സ് അഥവാ പ്ലാന്റിങ് മെറ്റീരിയൽസ് ഒക്കെ പ്ലാന്റിങ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ എന്ത് വേണം മക്കളെ? യെസ്, നമ്മുടെ ഫെർട്ടൈൽ സോയിൽ. ഇത് എഴുതിക്കോട്ടോ നിങ്ങളിവിടെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണേ. ഫെർട്ടൈൽ സോയിൽ. പിന്നെന്താണ്? അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്. സ്ഥലമില്ലല്ലോ. യെസ്, അവൈലബിലിറ്റി ഓഫ് ദി സൺലൈറ്റ്. ഇതൊക്കെ എഴുതിക്കൂടെ മക്കളെ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫേവറബിൾ ക്ലൈമറ്റ്, അത് നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ നല്ല ഫെർട്ടൈലായിട്ടുള്ള ഗുണഭൂഷ്ടമായിട്ടുള്ള മണ്ണ് വേണം. സൺലൈറ്റ് ആവശ്യമായിട്ട് കിട്ടണം. അവൈലബിലിറ്റി ഓഫ് ദ സൺലൈറ്റ്. ഓക്കെ, നമുക്ക് അടുത്തത് പോകാം. വേഗം കഴിയുന്നുണ്ട് കേട്ടോ. ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഷ്പം പോലെ പഠിക്കാൻ കഴിയുന്ന ചാപ്റ്ററാണ്. അപ്പം പാർട്ട് 1 കഴിഞ്ഞാൽ പാർട്ട് 2 എന്തായാലും മിസ് വേഗം ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കത് സീഡ്സ് ആൻഡ് പ്ലാന്റിങ് മെറ്റീരിയൽസ്. ഹാവൻറ്റ് യു ഹേർഡ് ദ പ്രോവേർബ്? വിത്ത് ഗുണം 10 ഗുണം, അല്ലേ? വിത്ത് ഗുണം ഉണ്ടെങ്കിൽ നല്ല 10 ഗുണം എന്ന് പറഞ്ഞാൽ ഒരു പ്രോവേർബ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഴഞ്ചൊല്ലേ. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ വിത്ത് ഗുണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ നമ്മളൊരു ചെടി നടുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന് നല്ല 10 ഗുണമായിരിക്കും എന്നാണ്, നല്ല ഗുണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇവിടെ നമുക്ക് എന്ത് കാണുന്നുണ്ട്? പ്ലാന്റ് കാണുന്നുണ്ട്, അല്ലേ? ഇവിടെ നമുക്ക് പ്ലാന്റ് കാണുന്നുണ്ട്. പ്ലാന്റ് എന്തിലേക്കാണ് ആവുന്നത്? ഫ്രൂട്ടാണ് ആവുന്നത്. ആൻഡ് ഫ്രൂട്ട് സീഡും, അല്ലേ? അപ്പോൾ എന്താ? പ്ലാന്റ് ഫ്രൂട്ടിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്, അല്ലേ? പ്ലാന്റ് ഫ്രൂട്ടിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രൂട്ട് എന്തിലേക്കാണ് കൺവേർട്ട് ആവുന്നത്? സീഡായിട്ട്. ആദ്യം നമുക്ക് സീഡ് വേണ്ടേ? സീഡ് അതേപോലെ തന്നെ തലകുത്തനെ നോക്കാം. ഓക്കെ, നോക്കൂ. ഇപ്പോൾ പ്ലാന്റിൽ നിന്ന് എന്തായി? ഫ്രൂട്ടായി. ഫ്രൂട്ടിൽ നിന്ന് സീഡായി. അതേപോലെ നേരെ തിരിച്ച് തന്നെ വേണ്ടേ? സീഡ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മണ്ണിലിടും, എന്നിട്ട് എന്താവും? നല്ല പ്ലാന്റ് ആവും. അത് പ്ലാന്റിൽ നിന്ന് ഫ്രൂട്ട് കിട്ടും. നേരെ തിരിച്ചും ചിന്തിക്കാം, മറിച്ചും ചിന്തിക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, പഠിച്ചു വെക്കാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിപ്പോൾ ഓണം എക്സാമിനൊക്കെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നമ്മൾ എല്ലാം ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അങ്ങോട്ട് തിന്നുക. അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി മക്കളെ? അപ്പോൾ നമുക്ക് നോക്കാം. വേർ ആർ സീഡ്സ് ഫോം? സീഡ്സ് എവിടെ നിന്നാണ് ഫോം ആയിട്ടുള്ളത്? സീഡ്സ് എവിടെ നിന്നാണ് ഫോം ആയിട്ടുള്ളത് മക്കളെ? എവിടെ നിന്നാണ്? ഫ്രൂട്ട് എന്നല്ലേ നമ്മുടെ സീഡ്സ് ഫോം ആവുന്നത്. ഇവിടെ സീഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട് എന്നാണ്. ഇത് പഠിച്ചു വെക്കാം കേട്ടോ. പ്ലാന്റ്, ഫ്രൂട്ട്, സീഡ്, PFS അത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എഴുതാം? ഫ്രൂട്ട്. അല്ലേ? അപ്പോൾ വാട്ട് അബൌട്ട് ഫ്രൂട്ട്സ് എങ്ങനെയാണ് ഫോം ആവുന്നത്? ഏതിലൂടെയാണ്? ഫ്ലവറിലൂടെയാണ്, അല്ലേ? ഓക്കെ, ഫ്ലവറിലൂടെയാണ് നമ്മളുടെ ഫ്രൂട്ട് ഫോം ആവുന്നത്. ഫ്ലവറിലൂടെയാണ്. ഓക്കെ, വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർഡ് ബൈ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്സ്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. നമുക്ക് എന്ത് എഴുതാം? മിസ്സിൻ്റെ നോട്ട്സ് എന്തായാലും നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അത് മിസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അതിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, അത് നിങ്ങളുടെ നമ്പേഴ്സ് ആർക്കും കാണാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും?
നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തന്നതിൻ്റെയൊക്കെ നോട്ട്സ് അല്ലേ, നല്ല രീതിയിലുള്ള ക്യാപ്സ്യൂൾ നോട്ട്സ് തരുന്നതായിരിക്കും. ഇങ്ങനെ ആൻസേഴ്സ് ഒക്കെ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാവില്ലേ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് എന്തായാലും വേണ്ടവരല്ല, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ മക്കളും നമ്മുടെ ശ്രീലക്ഷ്മി ലേണിംഗ് 7 ക്ലാസ് ഈ ഒരു ക്ലാസ്സിലുള്ള എല്ലാ മക്കളും എന്ത് ചെയ്യണം, ആ ഒരു ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. വേറെ ആർക്കും നിങ്ങളുടെ നമ്പർ കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ റെഡി, നിങ്ങൾക്ക് ഒരു സേഫ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ നോട്ട്സ് PDF ആയിട്ട് ഇതിൻ്റെ ആൻസറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ട്സ് എന്തായാലും നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. നോട്ട്സ് വേണ്ടേ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിന് ചേരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സീഡ്സ് നല്ല സീഡ്സ് നമ്മൾ സീഡ്സ് കളക്ട് ചെയ്യുമ്പോൾ ബെസ്റ്റ് സീഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം, ഹൈ ഈൽഡ് ആയിരിക്കണം, പിന്നെ ഹെൽത്തി ആയിരിക്കണം. കുറേ പോയിൻറ്റ്സ് നമുക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലോണം പഠിക്കാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിസ്സിനോട് ഇതിൽ ജോയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സീഡ്സിന് നല്ല ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് വേണം, നോർമൽ സൈസ് ആയിരിക്കണം. ഇൻഫെക്റ്റഡ് സീഡ്സ്, ഇൻഫെക്റ്റ് ഇല്ലാത്ത സീഡായിരിക്കണം. അതിന് ഹൈ ഈൽഡ് ഉണ്ടാവണം. പിന്നെ അതല്ല, എന്താണ് നമ്മളിങ്ങനെ സീഡ്സ് കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഫ്രൂട്ടിൽ നിന്നല്ലേ സീഡ്സ് കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോക്കാം. അതിനെന്തൊക്കെ ചെയ്യണം, പ്ലാന്റ് വിത്ത് ഹൈ ഈൽഡ്, ഡിസീസ് ഫ്രീ പ്ലാന്റ്, ഫോംഡ് ഇൻ മിഡ് സ്പാൻ, ഹെൽത്തി ഫ്രൂട്ട്, ഡിസീസ് ഫ്രീ ഫ്രൂട്ട്. ഡിസീസ് ഫ്രീ ഫ്രൂട്ട് എന്ന് വെച്ചാൽ അസുഖമൊന്നുമില്ലാത്ത പ്ലാന്റ് ആയിരിക്കണം. പ്ലാന്റ് വിത്ത് ഹൈ ഈൽഡുള്ള പ്ലാന്റ് ആയിരിക്കണം. ഫോംഡ് ഇൻ മിഡ് സ്പാൻ, ഇങ്ങനെ നല്ല പഴുത്തതുമല്ല പഴുക്കാത്തതുമല്ല, അങ്ങനെയല്ലാണ്ട് നടുക്കുന്ന ഫോമായിട്ടുള്ളത് വേണം. പിന്നെന്താ, ഹെൽത്തി ഫ്രൂട്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് ആയിരിക്കണം. പിന്നെ ഡിസീസ് ഫ്രീ ഫ്രൂട്ട്, അസുഖമൊന്നും ഇല്ലാത്ത ഫ്രൂട്ട് ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ, ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി അടുത്ത് നോക്കാം. ലുക്ക് അറ്റ് ദീസ് പ്ലാന്റ്സ്. എന്താണ്, വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് വുഡ് ചൂസ് ടു കളക്ട് സീഡ്സ് ഫ്രം? ഇതിൽ നോക്കുമ്പോൾ ഏതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, സീഡ്സ് കളക്ട് ചെയ്യാൻ കഴിയാം? വൈ, എന്തുകൊണ്ടെന്നുണ്ട്. എന്താണ് ഇവിടെ ഫസ്റ്റ് നിന്നാണോ സെക്കൻഡ് നിന്നാണോ? സെക്കൻഡ് എന്ന് കളക്ട് ചെയ്താലൊരു ഇതുണ്ട്, എന്നാ അറിയോ? ഇപ്പോൾ സെക്കൻഡ് നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ നടുന്ന പ്ലാന്റും ഇതേപോലെ തീരെ ഈൽഡ് ഇങ്ങനത്തെ ഫ്രൂട്ടൊന്നും ഇല്ലാണ്ട് വളരും. പക്ഷെ ഫസ്റ്റ് എന്നാണെങ്കിൽ ഇതേപോലെ ഫ്രൂട്ട് കൊണ്ട് വളരും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആണോ ഇഷ്ടം, സെക്കൻഡ് ആണോ ഇഷ്ടം? ഫസ്റ്റ് അല്ല, നല്ല ഈൽഡ് ഉണ്ടായാലും നമുക്ക് കുറേ ഉണ്ടാവും, മാങ്ങ നമുക്ക് കുറേ തിന്നണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ പ്ലാൻ 1, കാരണം എന്താണ്, ഇറ്റ്സ് ഹാസ് ഹൈ ഈൽഡ്. ഇവിടെ നമുക്ക് എഴുതാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മിസ്സ് എഴുതി തരണമെങ്കിൽ ഞാൻ വീണ്ടും മിസ്സ് പറയുന്നു, വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, മിസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സീഡ്സ് കളക്ട് ചെയ്യുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. എന്താണ്, സീഡ് ഷുഡ് ബി collected from the ripened fruit produced during the middle of the plant's lifespan. Plants like lady's finger and pea contain numerous seeds in single fruit. ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ്, സീഡ്സ് കളക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇങ്ങനെ റൈപ്പൻഡ് ആയിട്ടുള്ള ആ ഒരു ഏജിൽ നിന്ന് കളക്ട് ചെയ്യുക. മിഡിൽ ഓഫ് ദ ലൈഫ് സ്പാനിൽ മിഡിൽ ആ ഒരു ടൈമിലാണ്. മിസ് നേരത്തെ പറഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ. നമുക്കിത് ടിക്ക് കിട്ടാനാണ് കേട്ടോ. പ്ലാന്റ് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സീഡ് കളക്ഷന് വേണ്ടിയിട്ട് ആ ഒരു പ്ലാന്റ് എങ്ങനെയായിരിക്കണം, ഈൽഡിങ് ആണോ? നോ. അപ്പം അത് നോ ആണ്. അപ്പം നോ ഈൽഡിങ് നമുക്ക് വേണ്ട. ഹൈ ഈൽഡിങ് യെസ് നമുക്ക് വേണം അല്ലേ. പിന്നെന്താണ്, ഹെൽത്തി പ്ലാന്റ് ആയിരിക്കട്ടെ, യെസ്. പിന്നെ ഇൻഫെക്റ്റഡ് പ്ലാന്റ് ആണോ? നോ, അത് നമുക്കിഷ്ടമല്ല. സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിരിക്കണോ? വേണ്ട അല്ലേ, വെറുതെ കഷ്ടപ്പെടണ്ട. ഇനി അടുത്തത്, ഫ്രൂട്ട് സെലക്ടർ ഫോർ സീഡ് കളക്ഷന് ഫ്രൂട്ട്
സെലക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യണം? ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദി ലൈഫ് സ്പാൻ. ഇനീഷ്യൽ സ്റ്റേജിൽ നിന്നാണോ കളക്ട് ചെയ്യേണ്ടത്? നോ, ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ്? പിന്നെ ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. പ്ലാന്റ്സ് ലൈഫ് സ്പാൻ്റെ എൻഡിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണോ ആയിരിക്കണോ? നോ, വേഗം ചത്തൂലേ? യെസ്, വാടിപ്പോവില്ലേ? ഫ്രൂട്ട്സ് ഫോം അറ്റ് ദി മിഡിൽ. യെസ്, അത് കറക്റ്റാണ് അല്ലേ? മിഡിൽ ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. യെസ്. ഫുള്ളി റൈപ്പൻഡ് ആണോ? യെസ്, ഫുള്ളി റൈപ്പൻഡ് വേണോ? ഫുള്ളി റൈപ്പൻഡ് വേണോ? യെസ്, വേണ്ടേ? നല്ലോണം റൈപ്പ് ആവണ്ടേ? യെസ്. അടുത്തത് സീഡ് സെലക്റ്റഡ്. സീഡ് സെലക്റ്റഡ് ആകുമ്പോൾ എന്തൊക്കെ വേണം? ഹാവ് ഡെഫിനറ്റ് ഷേപ്പ്. യെസ്. ഹാവ് നോർമൽ വെയിറ്റ്. യെസ്. ഹാവ് ഡാമേജ് സീഡ് കോട്ട്. നോ, നമുക്ക് ഇഷ്ടമേ ഇല്ല അല്ലേ? ലൈറ്റ് വെയിറ്റ്. നോ. നോർമൽ സൈസ്. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഷുഡ് ബി സെലക്റ്റഡ് ഫ്രം ദി ബെറ്റർ yield. ഫോർ ദിസ് റെസ്പെക്റ്റീവ് പ്ലാന്റ് ആൻഡ് ഫ്രൂട്ട് ഷുഡ് ഓൾസോ ഹാവ് ഗുഡ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? അത് സെറ്റാണോ? സെറ്റാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഹാർട്ട് ഇടണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഡൗട്ട് ക്ലിയറൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ മിസ് ഇടുന്നതായിരിക്കും. നമ്മൾ വേഗം തന്നെ 50 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ഇടാൻ പറ്റുന്നതായിരിക്കും. ലൈവായിട്ട് നമുക്ക് ക്ലാസ് കാണാൻ പറ്റും. ഓക്കെ, റെഡി? അപ്പോൾ ഇവിടെ മക്കളെ കുറച്ച് പ്ലാന്റ്സ് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? കറി ലീഫ്. ഇതിൽ ഏതൊക്കെയൊക്കെ അറിയാം നിങ്ങൾക്ക്? കറി ലീഫ് അറിയില്ലേ? കറിവേപ്പില, ജിഞ്ചർ പ്ലാന്റ്, ഇഞ്ചിൻ്റെ പ്ലാന്റ് അറിയില്ലേ? യെസ്. ബ്രയോഫിൽ നിങ്ങൾ അങ്ങനെ അറിയുന്നുണ്ടാവില്ല, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇലേന്ന് തന്നെ ഇലേന്ന് എന്താണ് പ്ലാന്റ് മുളച്ച് വരുന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ പെപ്പർ പ്ലാന്റ്, കുരുമുളകിൻ്റെ പ്ലാന്റ്, ഇതൊക്കെ അറിയില്ലേ? യെസ്, അറിയാനൊന്നും നിൽക്കില്ല. ബ്രയോഫിൽ മാത്രം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവോ? ഓക്കെ, നമുക്ക് നോക്കാം. കറി ലീഫ് എന്താണ്, എങ്ങനെ, ഏത് രീതി, അത് മിസ് പറഞ്ഞുതരാം. അത് നമുക്കിത് പഠിച്ച ശേഷം നമുക്ക് പറഞ്ഞുതരാം. വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ ആൻഡ് ഓക്കെ. സോ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ എന്താണ് നമുക്ക് അത് നോക്കാം. എന്നിട്ട് അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ? എന്താണ്? ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ്. എന്താണ്? ഒരു പുതിയ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ്. വെയിറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണേ, മിസ് പറഞ്ഞുതരാം. ഓക്കെ, മിസ് മലയാളത്തിൽ മീനിങ് പറഞ്ഞുതരാം. ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സാപ്ലിങ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പം വെജിറ്റേറ്റീവ് പാർട്സ് ഏതൊക്കെയാണ്? റൂട്ട്, സ്റ്റെം, ലീഫ്, ഇത് പിന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇതൊക്കെ വെജിറ്റേറ്റീവ് പാർട്സ് ആണ് കേട്ടോ. വെജിറ്റേറ്റീവ് പാർട്ടാണ്. അപ്പം എന്താണ് ഈ പുതിയ സാപ്ലിങ്സ് എന്താണ്? വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള റൂട്ട്, സ്റ്റെം, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഇതിൽ നിന്നൊക്കെ വളരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? വെജിറ്റേറ്റീവ് propagation എന്ന് പറയാം. ഓക്കെ, റെഡി? ക്ലിയർ? ഓക്കെ, അപ്പം ഇത് എന്താ? ദിസ് ഇസ് എ കൈൻഡ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഒരു ഓക്കെ, അത്രയേ ഉള്ളൂ. ക്ലിയർ? ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അടുത്താണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതെന്താണ്? സീഡ്സ് ആർ ഫോംഡ്. എന്താണ്? സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ഫോം ആവാം? സീഡിൽ നിന്ന് ഒരു പ്ലാന്റ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം എന്താണ്? സീഡ്സ് ആർ ഫോം ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എന്താണ്? സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ് ടു. സീഡ്ലിങ്സ് ഇതാണ് സീഡിൽ നിന്ന് ജെർമിനേറ്റിംഗ് ചെയ്യുന്നതിനും പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? വേഗം തന്നെ ബ്ലൂ ഹാർട്ട് ഇട്ടോളൂ കേട്ടോ നിങ്ങൾ. ഓക്കെ, റെഡി? നമുക്ക് വെജിറ്റേറ്റീവ് പാർട്സ് ആവുന്ന എന്തൊക്കെ ഫ്രൂട്ട്സാണ് നമുക്ക് നോക്കാം. നമുക്ക് റൂട്ടിലൂടെ ആവുന്ന എന്തൊക്കെയാണ്? ക്യാരറ്റ്. ഓക്കെ, ക്യാരറ്റ്. പിന്നെന്താണ്? റാഡിഷ് മക്കളെ, റാഡിഷ്. പിന്നെ ഇതിനൊക്കെ ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യുക? നോട്ട്സ് വേണമെങ്കിൽ നമ്മൾ വേഗം തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പിന്നെന്താണ്?
കറി ലീവ്സ്. ഇതൊക്കെയാണ് കേട്ടോ. ഇതിനകത്ത് സ്റ്റെമ്മിലൂടെ പഠിക്കണം, ബൈഹാർട്ടായിട്ട് പഠിക്കണം. മുരിങ്ങയോ, സ്റ്റെമ്മിലൂടെ മുരിങ്ങ, അതെല്ലാം വെജിറ്റേറ്റീവ് പാർട്സ് ആണ്. മിൻറ്റ്, പിന്നെയോ ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ, പിന്നെ പെപ്പർ പ്ലാന്റ്. ഇനി ലീഫിലൂടെ ബയോഫിലം, എലോവേറ, കാക്ടസ്, ഇതൊക്കെയാണ്. അണ്ടർഗ്രൗണ്ട് സെമ്മിലൂടെ ഡിയോസ്കോറിയ, പിന്നെ പൊട്ടാറ്റോ, എലിഫൻ്റ്, യൂട്യാം, എലിഫൻറ്റിൻ്റെ എഴുതുന്നുള്ളൂ കേട്ടോ, സ്ഥലമില്ല. പിന്നെ ജിഞ്ചർ. നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഇതിലേക്ക് ചേരാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിൻ്റെത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. ഓക്കെ, ഇത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് വായിച്ചു നോക്കാം ഇത്. In moringa, young plants are produced from seeds, and by planting stem cutting can you find more examples of plants which can reproduce both through sexual reproduction and vegetative propagation? എന്തൊക്കെയാണത്? ശീമക്കൊന്നതിനെ കൊണ്ട് പറ്റും, സീഡിലും പറ്റും. അതിന് എന്ത് ചെയ്യാൻ കഴിയും? സീഡിനെ കൊണ്ടും ഫോം ആവും, അതേപോലെ തന്നെ സ്റ്റെമ്മിനെ കൊണ്ടും ഫോം ആവും. സ്റ്റെം എന്താണ്? ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. പിന്നെ ഏതാണ് എക്സാമ്പിൾ? കറി ലീഫ് ഇല്ലേടാ, കറി ലീവ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ ഒന്ന് കറി ലീവ്സ് വരും. ഇത് എഴുതിക്കോളൂ. പിന്നെ എന്ത് വരും? ഇവിടെ വേറൊന്നും കൂടെ വരുമല്ലോ, സ്പിനാച്ച് നമ്മൾ എഴുതിയിട്ടില്ലേ? സ്പിനാച്ച് റൂട്ടാണേ, എഴുതിയിട്ടില്ല. പിന്നെന്താണ്? കനകാബരം എന്ന് പറയുന്നൊരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് എന്ത് ചെയ്യുക? നല്ലതാണ് മക്കളെ, സെറ്റ് നോട്ട്സ് കിട്ടും നിങ്ങൾക്ക്. എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ അത് നോട്ട്സിലുണ്ടാകും. അപ്പം നമ്മൾ ഇതിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് മര്യാദക്ക് അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ കറി ലീവ്സ്, സീഡ്, റൂട്ട്, പിന്നെ സ്പിനാച്ച്, സീഡ്, റൂട്ട്. ഒന്നും കൂടി ഉണ്ട്, കനകാബരം. അത് നിങ്ങൾ നോട്ട്സിലുണ്ടാവും. അപ്പോൾ നോട്ട്സ് ചെയ്യാം. Selection of proper planting materials is important as selection of good quality seeds for cultivation. Care should be taken to choose planting materials from that have superior quality. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കുട്ടികളുണ്ട്, മീനു ഉണ്ട്. നമ്മൾ പേരിടുന്നു മീനു, റീനു. ഓക്കെ, മീനു, റീനു. വാവ്. അപ്പോൾ മീനു പറയുകയാണേ, ലിസൺ ടു ദ കോൺവെർസേഷൻ ഓഫ് ദി സ്റ്റുഡൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീനു പറയുകയാണ്, വാവ്, ദിസ് ഈസ് ബിഗ്, ഇറ്റ് ഈസ് റൈപ്പ് ഓൾസോ, ഐ ക്യാൻ ഹാവ് ഇറ്റ് സ്റ്റെം കട്ടിംഗ് ഫോർ പ്ലാന്റ്. അപ്പോൾ എന്താ പറയുന്നത്? എന്താണ്? ഇത് നല്ല വലുതാണ്, അതേപോലെ തന്നെ ഇത് റൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നല്ലോണം ആയിട്ടുമുണ്ട്. എന്താണ്? അപ്പം എനിക്ക് എന്ത് ചെയ്യാം? ഇത് കട്ട് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യാമെന്ന് പറയുന്നു.
അപ്പോൾ നമ്മുടെ ഓക്കെ മിസ്സില്ലേ ഇത് ഞാൻ നെക്സ്റ്റ് പാർട്ടിലെടുക്കാം. ഓക്കെ, ഈ ഒരു ലെയറിങ്ങിൻ്റെ ഒരു സംഭവമാണ് മിസ് നെക്സ്റ്റ് പാർട്ടിലെടുക്കാം. കാരണം ഇപ്പം തന്നെ 24 മിനിറ്റ്സ് ആയി. മിസ് വിചാരിച്ചില്ല ഇത്രയാവുന്നു. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ മക്കൾ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. പാർട്ട് 1 മിസ് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക കമ്മ്യൂണിറ്റിയിൽ. മിസ് ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു മൈ ഡിയേഴ്സ്. നന്നായിട്ട് പഠിക്കാം കേട്ടോ.